ഓപ്പറേഷൻ കോട്ടക്കലോത്സവം. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജാങ്കണത്തിലെ മലയാളി മംഗമാർക്കൊപ്പമാണ്. ആതിഥേയത്വം അരുളുന്ന വിദ്യാലയത്തിലെ ടീച്ചർമാരുടെ നല്ല കേരളീയ തനിമയുള്ള വേഷമാണ്. നവംബർ മാസം കൂടിയാണ്, കേരളപ്പിറവി കഴിഞ്ഞിട്ട് നാളുകളായതേ ഉള്ളൂ. ആ ഒരു ഓർമ്മയിൽ കൂടി ആയിരിക്കണം ഇവരിങ്ങനെ ഇത്തരത്തിൽ ആദ്യ ദിവസം വളരെ ഒരുങ്ങി നല്ല സെറ്റും മുണ്ടും ഒക്കെ എടുത്ത് നല്ല ജിമിക്കി കമ്മലൊക്കെ ഇട്ട് ഭയങ്കര സുന്ദരിമാരായിട്ടാണ് ടീച്ചേഴ്സ് ഓരോരുത്തരും ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികളെ, മത്സരത്തിനെത്തുന്ന വിദ്യാർത്ഥികളെ വരവേൽക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു ടീച്ചറോട് ചോദിച്ചേക്കാം. ടീച്ചർ പേരെന്താ? സതി. എങ്ങനെയാണ് ഈ ഒരു ഇത്രയും പേര്, അതായത് ഇപ്പോൾ UP ഹൈസ്കൂള് HSS, എങ്ങനെയാണ് ഇത്രയും പേര് ഈ കോർഡിനേഷനിലൂടെ ഈ ഒരു കോസ്റ്റ്യൂമിൽ എത്തിച്ചത്? അത് നമ്മൾ ജില്ലാ കലോത്സവം ഇവിടെയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഇവിടെ ആയിരുന്നു, അപ്പോൾ അന്നും നമ്മൾ ഇതേമാതിരി യൂണിഫോമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം അതേമാതിരി ഒന്ന് പ്ലാൻ ചെയ്തു. എങ്ങനെയാണ് എന്താ ഈ എല്ലാവരോടും നമ്മൾ ഈ കുട്ടികളോട് പറയുന്ന പോലെ തന്നെയാണോ ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞ്? അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല, നമ്മൾ ഒരു മെസ്സേജിലൂടെ കൺവേ ചെയ്താൽ മതി കാര്യങ്ങൾ. വളരെ സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുക. എത്ര മാസത്തെ പ്ലാനിങ് ആയിരുന്നു ഈ ഒരു സംഭവം? ഒരു 2 മാസത്തെ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഈ ഓരോ ദിവസം ഓരോ കോസ്റ്റ്യൂമിലാണോ ഇനി വരാൻ പോണത്? ഇതിപ്പോ ആദ്യ ദിവസം മാത്രമാണ്. അതെ, അത് ആദ്യ ദിവസമാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയാണ്? സാരിയാണ് അടുത്ത ദിവസം. സാരി, അതിന്റെ അടുത്ത ദിവസം സാരി, പിന്നെ ഇടയിൽ ചുരിദാർ. എല്ലാം ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അപ്പോൾ 1-2 തരം ഡ്രസ്സുകളാണ് എടുത്തിട്ടുള്ളത്. ഓരോന്നും മാറിയിട്ടായിരിക്കും ഇനി കോസ്റ്റ്യൂംസ് വരുന്നത്. മാത്രമല്ല, ഓരോ വിദ്യാർത്ഥികളും മത്സരത്തിന് എത്തുമ്പോൾ അവരെ രാജാങ്കണത്തിലേക്ക് ഇന്ന് മലയാളി മംഗമാരായിട്ടാണ് വരവേൽക്കുന്നതെങ്കിൽ നാളെ മറ്റൊരു തരത്തിലായിരിക്കും വരവേൽക്കുന്നത്. ഇതൊരു സ്നേഹം തന്നെയാണ് കേട്ടോ. കാരണം കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടതാണ്, നമ്മളുടെ കോട്ടക്കലോത്സവത്തിൽ ഈ അധ്യാപകർ മറ്റൊരു സാരി ഉടുത്ത് ഒരുപാട് സന്തോഷത്തോടെയാണ് വിദ്യാർത്ഥികളെ വരവേറ്റത്. ഈ കാഴ്ച ഇത്തവണയും മുടങ്ങാതെ അവർ തുടർന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് പാട്ട് പാടുന്ന ടീച്ചേഴ്സ് ഉണ്ട്. 2 പാട്ടൊന്ന് പാടാം. രണ്ടുപേരും മതി ടീച്ചറെ. പാടിക്കോളൂ. പൊതുവെ മാപ്പിള കലകൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയ ആണല്ലോ കോട്ടക്കൽ. നമ്മുടെ ഒരുപാട് കലകൾ ജില്ലാ കലോത്സവത്തിൽ മാറ്റിരക്കുന്നുണ്ട്. 2 വരി മാപ്പിളപ്പാട്ട് പാടാം. ആരത്തിനധിപതി ഹോജാ, ആരത്തിനധിപതി ഹോജാ, ജിതമൊട് ജഗമിത് പരിത്തിടനിതിനിട ഉരത്തിട വിധിയത അതിർപ്പത്തിൽ സുലേമാനോരാ, പുതുമാ വിധമാ ഹിതമാ ജിതമാ ബിജമായി നിധിമാൻ, അജബുറ്റൊരു അർഷാംഗം പാരിൽ, അജബുറ്റൊരു അർഷാംഗം പാരിൽ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പാരിൽ നല്ലൊരു അജബുറ്റൊരു ആർഷാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ് ടീച്ചറെ? എനിക്ക് അറിയാത്തതുകൊണ്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന എന്നുള്ളതാണ്. തീർച്ചയായും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ടീച്ചേഴ്സ് തന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ വരുന്ന മത്സരാർത്ഥികൾക്ക് ആവേശം തീർക്കാനും അതുപോലെ തന്നെ അവർക്ക് പ്രോത്സാഹനം നൽകാനും ഒരുപാട് കാഴ്ചകളാണ് കോട്ടക്കലോത്സവത്തിലുള്ളത്. അപ്പൊ ടീച്ചേഴ്സ്, നമുക്കൊരു യോ പറഞ്ഞാലോ? യോ!